ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് +2 സോളജിയിലെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പബ്ലിക് എക്സാമിന് 4 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഹെൽത്ത് എന്ന് നോക്കാം. WHO ഹെൽത്തിന് കൊടുക്കുന്ന ഡെഫിനിഷനാണ് ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ്. ഓക്കെ, ഇതാണ് ഹെൽത്തിന് കൊടുക്കുന്ന ഡെഫിനിഷൻ. ഓക്കെ, അതായത് ഒരാൾ ഹെൽത്തി ആവണമെങ്കിൽ അയാൾ ഫിസിക്കലി ഡിസീസ് ഫ്രീ ആയിരിക്കണം, മെൻ്റലി ഇമോഷൻസ് ഒക്കെ മൂപ്പർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം, ഹി വിൽ ബി എ സോഷ്യൽ വെൽബീങ്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഒരാൾ ഹെൽത്തി ആയിട്ടുള്ള ആളാണ് എന്ന് നമ്മൾ പറയുകയുള്ളൂ. ഇനി എന്താണ് ഡിസീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൻ ദ ഫങ്ഷനിങ് ഓഫ് ഓർഗൻ ഓർ ഓർഗൻ സിസ്റ്റം ഓഫ് ദ ബോഡി ഈസ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ്. നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഓർഗൻ അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റത്തിൻ്റെ ഒക്കെ ഫങ്ഷൻ മോശമാവുകയാണെങ്കിൽ നമ്മൾ പറയും അയാൾക്ക് അസുഖമാണ് എന്ന് പറയും. ഓക്കെ, ഇനി ഈ ഡിസീസുകളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാണ്. ഒന്ന് ഇൻഫെക്ഷ്യസ് ഡിസീസാണ്, രണ്ടാമത്തത് നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസാണ്. വളരെ സിമ്പിളാണ്. ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിസീസ് ട്രാൻസ്മിറ്റ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. ഒരാളിൽ നിന്ന് വേറെ ആളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അസുഖങ്ങളെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് വിളിക്കുക. ഈ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഉണ്ടാക്കാൻ കാരണക്കാരായ ഏജന്റുകൾ നമ്മൾ പാത്തോജൻസുകൾ എന്നാണ് വിളിക്കുക. മൈക്രോബ്സുകളൊക്കെയാണ് പാത്തോജൻസ് എന്ന് പറയുന്ന ആൾ. ഡിസീസ് കോസിംഗ് ഓർഗാനിസംസ് ആണ് പാത്തോജൻ. ഓക്കെ, ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസിന്റെ എക്സാമ്പിൾ ആണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. ഇനി നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിസീസസ് ദാറ്റ് ആർ നോട്ട് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. ഒരാളിൽ നിന്ന് വേറെ ആളിലേക്ക് പകരാത്ത അസുഖങ്ങളെയാണ് നമ്മൾ നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് വിളിക്കുക. ഈ നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഉണ്ടാകാൻ മെയിൻ കാരണം ജനിതക രോഗങ്ങളാണ്, ജനറ്റിക് ഡിസോർഡേഴ്സ്, ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽ, അല്ലേ, നമ്മുടെ ജീവിത രീതിയിൽ വരുന്ന മാറ്റങ്ങൾ. ഓക്കെ, ഇനി നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസിന് എക്സാമ്പിൾ ആണ് ക്യാൻസർ എന്ന് പറയുന്ന ഡിസീസ്. ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കോമൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഇൻ മാൻ ആണ്. മനുഷ്യന് സാധാരണ സംഭവിക്കാറുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത്തത് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ബാക്ടീരിയൽ ഡിസീസാണ്. ഓക്കെ, ബാക്ടീരിയൽ ഡിസീസ് നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത് ടൈഫോയിഡ് എന്ന് പറയുന്ന ബാക്ടീരിയൽ ഡിസീസാണ്. ഈ ടൈഫോയിഡ് എന്ന് പറയുന്ന ഈ ഡിസീസ് ഉണ്ടാക്കുന്ന പാത്തോജനെ വിളിക്കുന്ന പേര് സാൽമോണല്ല ടൈഫി എന്നാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഈ ഡിസീസ് എങ്ങനെയാണ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ ആണ്. ഈ പാത്തോജൻ അടങ്ങിയ ഫുഡോ വെള്ളമോ കുടിക്കുന്നതോട് കൂടെ നമുക്ക് അസുഖം വരികയാണ് ചെയ്യുക. നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് ഈ ഒരു പാത്തോജൻ ഇൻഫെക്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന സിംറ്റം, രോഗലക്ഷണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സസ്റ്റെയിൻഡ് ഹൈ ഫീവർ ആണ്. നല്ല പനി ഉണ്ടാകും, 40 ഡിഗ്രിയോളം പനി വരും. ഓക്കെ, ഇൻറ്റസ്റ്റൈനൽ പെർഫോറേഷൻ ആൻഡ് ഡെത്ത് മേ ഒക്കർ ഇൻ സിവിയർ കേസസ് ആണ്. അതായത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിലൊക്കെ ഹോൾസ് ഉണ്ടാക്കും ഈ പാത്തോജൻ. അങ്ങനെ നമുക്ക് മരണമൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ഈ ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖം. ഇനി ടൈഫോയിഡ് വന്നു കഴിഞ്ഞാൽ ഡോക്ടർ നിങ്ങളോട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയും. ആ ബ്ലഡ് ടെസ്റ്റിന് വിളിക്കുന്ന പേരാണ് വൈഡാൽ ടെസ്റ്റ് എന്ന് പറയും. ഇത് പഠിച്ചു വെക്കണം, വൈഡാൽ ടെസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് രണ്ടാമത്തെ ബാക്ടീരിയൽ ഡിസീസ് ആയിട്ടുള്ള ന്യൂമോണിയനെ കുറിച്ചിട്ടാണ്. ഈ ന്യൂമോണിയ ഉണ്ടാക്കുന്ന പാത്തോജനാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയും ഹീമോഫിലിസ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന 2 ബാക്ടീരിയകളാണ് ഏത് അസുഖം ഉണ്ടാക്കുക? ന്യൂമോണിയ എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുക. എങ്ങനെയാണ് ഈ ന്യൂമോണിയ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഹേലിംഗ് ദ ഡ്രോപ്ലെറ്റ്സ് ഓർ എയറോസോൾസ് റിലീസ്ഡ് ബൈ ഇൻഫെക്റ്റഡ് പേഴ്സൺ ആണ്. ഈ അസുഖമുള്ള ആൾക്കാർ തുമ്മുമ്പോഴോ ചുമക്കുമ്പോഴോ നമുക്കറിയാം ഡ്രോപ്ലെറ്റ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഡ്രോപ്ലെറ്റ്സ് എയറുമായിട്ട് മിക്സ് ചെയ്തിട്ട് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള എയറോസോൾസുകൾ ഉണ്ടാവും. ഈ എയറോസോൾസ് വേറെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ ശ്വസിക്കുന്നതോടുകൂടെ ഈ പാത്തോജൻ അയാളുടെ ശരീരത്തിലേക്ക് എത്തും. നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് ഇവർ ഇൻഫെക്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൽവിയോളയിലാണ് ഇവർ മെയിനായിട്ട് ഇൻഫെക്ട് ചെയ്യുക. ഓക്കെ, ഇനി എന്തൊക്കെയാണ് സിംറ്റം? വളരെ ഈസിയാണ്. ഫീവർ ഉണ്ടാകും, ചില്ലുണ്ടാകും, കഫ് ഉണ്ടാകും, ഹെഡേക്ക് ഉണ്ടാകും. സിവിയർ കേസിൽ ലിപ്സ് ആൻഡ് ഫിംഗർ നെയിൽ ടേൺസ് ടു ഗ്രേറ്റ് ടു ബ്ലൂയിഷ് കളറാണ്. സിവിയർ കേസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ലിപ്സും ഫിംഗർ നെയിലും ഒക്കെ ഗ്രേറ്റ് ടു ബ്ലൂയിഷ് കളറിലേക്ക് മാറും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഓക്സിജൻ സപ്ലൈ എത്താത്തത് കൊണ്ടാണ് ആ ഭാഗങ്ങളൊക്കെ കളർ ചേഞ്ചസ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത 2-3 ബാക്ടീരിയൽ ഡിസീസിൻ്റെ പേര് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നാണ് ഡിസെൻട്രി, പ്ലേഗ്, ഡിഫ്തീരിയ. അങ്ങോട്ടേക്ക് പഠിച്ചു വെച്ചോ. ഓക്കെ, ഇത് നമുക്ക് അടുത്തത് പറയാനുള്ളത് വൈറസ് ഉണ്ടാക്കുന്ന അസുഖമാണ്. ഒരു വൈറൽ ഡിസീസാണ് കോമൺ കോൾഡ് എന്ന് പറയുന്ന അസുഖം. എല്ലാവർക്കും അറിയാം, ജലദോഷം. ഈ അസുഖം ഉണ്ടാക്കുന്ന വൈറസിനെ വിളിക്കുന്ന പേരാണ് റൈനോ വൈറസ് എന്ന് പറയും. ഇവർ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക? ഞാൻ നേരത്തെ ന്യൂമോണിയ എങ്ങനെയാണോ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ കോമൺ കോൾഡും ട്രാൻസ്മിറ്റ് ചെയ്യുക. ഇനി നമ്മുടെ ശരീരത്തിൻ്റെ ഇൻഫെക്റ്റിംഗ് പാർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോസ് ആൻഡ് അപ്പർ റെസ്പിറേറ്ററി പാർട്ടാണ്. അതായത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ അപ്പർ പാർട്ട്, അതായത് ഏകദേശം നമ്മുടെ ഈ തൊണ്ട വരെയാണ് ഈ ജലദോഷം എന്ന് പറയുന്ന അസുഖം നമുക്ക് ഇൻഫെക്റ്റ് ചെയ്യുക.
ഇനി അസുഖം വന്നു കഴിഞ്ഞാലുള്ള സിംറ്റംസ് വളരെ ഈസിയാണ്. നെയ്സൽ കൺജഷൻ, മൂക്കടപ്പുണ്ടാകും, നെയ്സൽ ഡിസ്ചാർജ്, മൂക്കുന്ന് ഒലിക്കും, സോർ ത്രോട്ട്, തൊണ്ടവേദന ഉണ്ടാകും, ഹോഴ്സ്നെസ്, നമ്മുടെ ശബ്ദം അടഞ്ഞു പോകും, ഹെഡ് ഏക്ക്, കഫ്, ഇതൊക്കെയാണ് ഏതിൻ്റെ സിംറ്റം? കോമൺ കോൾഡിൻ്റെ സിംറ്റം. വളരെ സിമ്പിളാണ്. ഇനി അടുത്തത് ഒരു പ്രോട്ടോസോവൻ ഡിസീസ്. 2 പ്രോട്ടോസോവൻ ഡിസീസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ പ്രോട്ടോസോവൻ ഡിസീസാണ് മലേറിയ എന്ന് പറയുന്ന പ്രോട്ടോസോവൻ ഡിസീസ്. ഈ മലേറിയ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്ന പാത്തോജനെ പേര് പഠിച്ചു വെക്കണം മക്കളെ. പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പാത്തോജനാണ്. ഈ പ്ലാസ്മോഡിയം തന്നെ 3 വെറൈറ്റീസ് ഉണ്ട്. ആ 3 ആൾക്കാരെയും പേര് നിങ്ങൾ പഠിക്കണം. ഒന്നാമത്തെ ആളാണ് പ്ലാസ്മോഡിയം വൈവാക്സ്, അടുത്ത ആളാണ് പ്ലാസ്മോഡിയം മലേറിയ, അടുത്തൊരാളാണ് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം എന്ന് പറയും. ഈ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരമാണ് ഏറ്റവും ഫേറ്റൽ മലേറിയ ഉണ്ടാക്കുക. ആ മലേറിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാലിഗ്രന്റ് മലേറിയ. നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് അഫക്ട് ചെയ്യുന്ന ഒരു മലേറിയയാണ്. ഓക്കെ, ഈ അസുഖം ആരാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീമെയിൽ അനാഫിലിസ് മൊസ്കിറ്റോസ് ആണ് ഈ അസുഖം നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക. ഈ പ്ലാസ്മോഡിയത്തിൻ്റെ ഇൻഫെക്ഷ്യസ് ഫോമിനെ നമ്മൾ വിളിക്കുന്ന പേര് പഠിച്ചു വെക്കണേ, സ്പോറോസോയിഡ്സ് എന്നാണ് വിളിക്കുക. ഈ സ്പോറോസോയിഡ്സിന് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ 2 ഹോസ്റ്റ് വേണം. ഒന്ന് ഹ്യൂമൻ ഹോസ്റ്റും രണ്ടാമത്തത് മൊസ്കിറ്റോ ഹോസ്റ്റുമാണ് എന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെക്കുക. ഇനി ഇവർ നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് ഇവർ ഇൻഫെക്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പാത്തോജൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവർ ആദ്യം ഇനീഷ്യലി മൾട്ടിപ്ലൈ വിത്തിൻ ദ ലിവർ സെൽ. ആദ്യം ഇവർ ലിവർ സെൽസിൻ്റെ ഉള്ളിലാണ് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ലിവർ സെൽസിനെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഇവർ ബ്ലഡിലേക്ക് കടക്കും. അതിനുശേഷം ബ്ലഡിലെ RBCൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇവർ പിന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ അല്ലേ? അതാണ് ഇവരുടെ ഇൻഫെക്റ്റിംഗ് പാർട്ട്. ഇനി എന്താണ് ഈ അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന സിംറ്റംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ റപ്ചർ ഓഫ് RBC ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ റിലീസ് ഓഫ് ടോക്സിക് സബ്സ്റ്റൻസ് ഹീമോസോയിൻ. RBCനെ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, RBC ഒരു കെമിക്കൽ സബ്സ്റ്റൻസിനെ റിലീസ് ചെയ്യും. ആ കെമിക്കൽ സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ഹീമോസോയിൻ എന്ന് വിളിക്കും. ഈ ഹീമോസോയിൻ റിലീസ് ചെയ്യുന്നതോടുകൂടെ നമുക്ക് എന്തുണ്ടാവും എന്നറിയോ? ചിൽ ആൻഡ് ഹൈ ഫീവർ ഉണ്ടാകും. നല്ല വിറയലും അതേപോലെ നല്ല പനിയും ഉണ്ടാകും. റെക്കറിങ് എവറി 3 to 4 days, 3-4 ദിവസം കൂടുമ്പോൾ ഈ പനി വന്ന് പോകും, വീണ്ടും തിരിച്ചു വരും. അങ്ങനെ നമുക്ക് പനി ഉണ്ടാകും. അതാണ് ഈ ഒരു മലേറിയൻ്റെ പ്രത്യേകത. ഇനി നമ്മുടെ അടുത്ത പ്രോട്ടോസോവൻ ഡിസീസാണ് അമീബിയാസിസ് എന്ന് പറയുന്ന അസുഖം. ഈ അമീബിയാസ് ഉണ്ടാക്കുന്ന പാത്തോജനെ വിളിക്കുന്ന പേര് എൻറ്റമീബ ഹിസ്റ്റോളൈറ്റിക്ക എന്നാണ്. എങ്ങനെയാണ് ഈ പാത്തോജൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൗസ് ഫ്ലൈ ട്രാൻസ്മിറ്റ് ദ പാരസൈറ്റ് ഫ്രം ഫീക്കസ് ഓഫ് ഇൻഫെക്റ്റഡ് പേഴ്സൺ. ഓക്കെ, ഇൻഫെക്റ്റ് ചെയ്ത പേഴ്സൺസിൻ്റെ ഫീക്കസിൽ ആരുണ്ടാകും? ഈ പാത്തോജൻ ഉണ്ടാകും. ആ ഫീക്കസിന് മുകളിൽ ഹൗസ് ഫ്ലൈസ് വന്നിരുന്ന് ആ ഹൗസ് ഫ്ലൈസ് ഫുഡിലൊക്കെ വന്നിരുന്ന് കാണാണ് ഈ അസുഖം നമ്മളിലേക്ക് എത്തുക. നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിനെയാണ് ഈ അസുഖം ഇൻഫെക്റ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനെയാണ് എഫക്ട് ചെയ്യുക. ഇതിൻ്റെ സിംറ്റംസ് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ ആണ്. ഒന്ന് വയറുസ്തംഭനം, അബ്ഡോമിനൽ പെയിന്, വയറുവേദന ആൻഡ് ക്രാം, സ്റ്റൂൾ വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് ക്ലോട്ട് ആണ്. നമ്മുടെ ഫീക്കസിൽ നല്ല മ്യൂക്കസും ഉണ്ടാകും, ബ്ലഡ് ക്ലോട്ടും ഉണ്ടാകും നമുക്ക് അമീബിയാസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ. ഇനി അടുത്ത ഒരു അസുഖമാണ് ഹെൽമിന്തിക് ഡിസീസ് എന്ന് പറയും. അതായത് വേംസുകൾ ഉണ്ടാക്കുന്ന അസുഖമാണ്. അതിലൊന്നാമത്തെ അസുഖമാണ് നമ്മുടെ അസ്കാരിയാസിസ്. മലയാളത്തിൽ നമ്മൾ മന്ത് എന്ന് പറയുന്ന അസുഖം. അസ്കാരിയാസിസ് ആണ്. മന്ത് അടുത്തതാണ്, അസ്കാരിയാസിസ് ആണ്. ഓക്കെ, ഈ അസ്കാരിയാസിസ് ഉണ്ടാക്കുന്ന പാത്തോജനെ വിളിക്കുന്ന പേരാണ് അസ്കാരിസ് ലൂംബ്രിക്കോയിഡ് എന്നാണ് ഫുൾ നെയിം. ഓക്കെ, എങ്ങനെയാണ് ഈ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ത്രൂ കണ്ടാമിനേറ്റഡ് സോയിൽ, വാട്ടർ, വെജിറ്റബിൾ, ഫ്രൂട്ട്സ് എക്സെട്ര വിത്ത് ദ എഗ് ഓഫ് ദ പാരസൈറ്റ്. അതായത് ഈ പാരസൈറ്റിൻ്റെ എഗ് അടങ്ങിയ ഫുഡോ വെള്ളമോ വെജിറ്റബിൾസോ ഫ്രൂട്ടോ നമ്മൾ കഴിക്കുന്നതോടുകൂടെ ഈ പാത്തോജൻ്റെ എഗ്ഗാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുക. ഓക്കെ, ഇവർ നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് ഇൻഫെക്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻറ്റസ്റ്റൈനിലാണ് ഇൻഫെക്ട് ചെയ്യുക. ഓക്കെ, സിംറ്റം ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാകും, മസ്കുലർ പെയിൻ ഉണ്ടാകും, ഫീവർ ഉണ്ടാകും, അനീമിയ ഉണ്ടാകും, ബ്ലോക്കേജ് ഓഫ് ദ ഇൻറ്റസ്റ്റൈനൽ പാസേജ് ആണ്. ഇതൊരു വേം ആയതുകൊണ്ട് ഇവർ നല്ല സൈസിലൊക്കെ വളരും. അപ്പോൾ നമ്മുടെ ഇൻറ്റസ്റ്റൈനൊക്കെ എന്തായി പോകും? ബ്ലോക്ക് ആയി പോകും. ഓക്കെ, ദെൻ അടുത്തൊരു അസുഖമാണ് ഫൈലേറിയാസിസ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മന്ത് എന്ന് പറയുന്ന അസുഖം. ഓക്കെ, ഇതുണ്ടാക്കുന്നത് ഫൈലേറിയൽ വേമാണ്. അതിൻ്റെ സയന്റിഫിക് നെയിമാണ് വുച്ചറേറിയ എന്ന് പറയും. ഈ വുച്ചറേറിയ 2 ടൈപ്പിലുണ്ട്. വുച്ചറേറിയ ബാങ്ക്രോഫ്റ്റി ആൻഡ് വുച്ചറേറിയ മലായ് എന്ന് പറയും. ഈ അസുഖത്തിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഫീമെയിൽ ക്യൂലെക്സ് മൊസ്കിറ്റോസുകളാണ്. ഓക്കെ, ഇവർ നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് ഇൻഫെക്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിംഫാറ്റിക് വെസൽസിലാണ് ഇൻഫെക്ട് ചെയ്യുക. എവിടുത്തെ ലിംഫാറ്റിക് വെസൽസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലോവർ ലിംബിലെ, നമ്മുടെ കാലുകളിലുള്ള ലിംഫാറ്റിക് വെസൽസിൽ, ജനൈറ്റൽ ഓർഗൻസിലൊക്കെയാണ് ഇവർ ഇൻഫെക്ട് ചെയ്യുക. അങ്ങനെ ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിംഫ് വെസൽസ് എന്ത് ചെയ്യും? ബ്ലോക്ക് ആകും. ബ്ലോക്ക് ആകുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഇൻഫ്ലമേഷൻ സംഭവിക്കും. ഓക്കെ, അപ്പം ഇതാണ് ആരെ കേസിൽ? ഫൈലേറിയാസിസിൻ്റെ കേസിൽ പറയാനുള്ളത്. ഇനി ഫംഗൽ ഡിസീസ് ആണ്. ഫംഗൽ ഡിസീസ് നമുക്ക് പഠിക്കാനുള്ളത് റിംഗ് വേം ഡിസീസ് ആണ്. ഓക്കെ, 3 ടൈപ്പ് പാത്തോജൻസ് ആണ് നമുക്ക് ഈ റിംഗ് വേം ഉണ്ടാക്കുക, അല്ലെങ്കിൽ വട്ടച്ചൊറി എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുക. എക്സാമ്പിൾ ആരൊക്കെ നോക്കിക്കോ? മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റോൺ, എപ്പിഡെർമോ ഫൈറ്റോൺ. ഓക്കെ, ഈ പാത്തോജൻ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രം സോയിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് എത്തും. ഓർ കണ്ടാമിനേറ്റഡ് ആർട്ടിക്കിൾസ് ഓഫ് ഇൻഫെക്റ്റഡ് പേഴ്സൺ. ഈ അസുഖമുള്ള ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ള
ആർട്ടിക്കിൾസ് വഴി, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അസുഖമുള്ള ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ള കോമ്പ് വഴി, അസുഖമുള്ള ആൾക്കാർ ഉപയോഗിച്ച ഡ്രസ്സ് വഴി, ഓക്കെ, നമ്മൾ അസുഖമുള്ള ആൾക്കാർ ഉപയോഗിച്ച ഡ്രസ്സൊക്കെ നമ്മൾ ധരിക്കുകയാണെങ്കിൽ നമുക്കും ഏത് അസുഖം വരും? ഈ റിംഗ് വോം എന്ന് പറയുന്ന അസുഖം വരും. ഓക്കെ, ഇനി ഏത് ഭാഗത്താണ് ഇവർ ഇൻഫെക്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ സ്കിൻ ഫോൾഡ്, ഇൻ സ്കിൻ ഫോൾഡ് സച്ച് ആസ് ദോസ് ഇൻ ദ ഗ്രോയിങ് ഓർ ബിറ്റ്വീൻ ദ ടോസ് ആണ്. അതായത് നമ്മുടെ സ്കിന്നിൻ്റെ മടക്കുകളിൽ, എവിടൊക്കെ കാണുന്ന സ്കിന്നിൻ്റെ മടക്കുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോയിൻ റീജിയൻ, അതായത് നമ്മുടെ തുടകൾക്കിടയിൽ, ദെൻ ബിറ്റ്വീൻ ദ ടോസ് വിരലുകൾക്കിടയിലൊക്കെ സ്കിൻ ഫോൾഡിലാണ് ഈ നമ്മുടെ ഫംഗസ് വളരാം. ഓക്കെ, വളർന്നു കഴിഞ്ഞാൽ കാണിക്കുന്ന സിംറ്റംസ് ശ്രദ്ധിച്ചോ. ഡ്രൈ സ്കേലി ലീഷൻ ഓൺ സ്കിൻ, നെയിൽ, സ്കാൽപ്പ് വിത്ത് ഇൻറ്റൻസ് ഇച്ചിങ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫംഗൽ ഡിസീസ് ആയിട്ടുള്ള റിംഗ് വോമിൻ്റെ സിംറ്റംസ്. ഓക്കെ, ഇത്രയും ഡിസീസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ മെയിനായിട്ട് ലിംഫോയിഡ് ഓർഗൻസുകളുണ്ട്, ലിംഫോയിഡ് ടിഷ്യൂസുകളുണ്ട്, ലിംഫോസൈറ്റുകളുണ്ട്, ആൻറ്റിബോഡീസുകളുണ്ട്. ഇത്രയുമാണ് നമ്മുടെ ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ. ഇതിൽ ഞാൻ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലിംഫോയിഡ് ഓർഗൻസുകളെ കുറിച്ചിട്ടാണ്. ലിംഫോയിഡ് ഓർഗനുകൾ 2 ടൈപ്പിലുണ്ട്. ഒന്ന് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ആണ്, രണ്ടാമത്തത് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ ആണ്. ആദ്യം ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിനെ കുറിച്ചിട്ടാണ്. എന്താണ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഓർഗൻ were lymphocyte origin mature and differentiated to antigen sensitive lymphocyte. അതായത് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ ഈ ഓർഗനിൽ വെച്ചിട്ടാണ് നമ്മുടെ ലിംഫോസൈറ്റുകൾ ഒറിജിൻ ചെയ്യാം. ഓക്കെ, അവിടെ വെച്ചിട്ടാണ് ഇവർ മെച്ചുർ ചെയ്യുക, പ്രായപൂർത്തിയാവുക. ഓക്കെ, അവിടെ വെച്ചിട്ടാണ് ഇവർ ഒരു ആൻറ്റിജനെ തിരിച്ചറിയാൻ കഴിയുന്ന സെല്ലുകളാവുക. അതിനെ നമ്മൾ ആൻറ്റിജൻ സെൻസിറ്റീവ് സെല്ലുകളായിട്ട് മാറുക എന്ന് പറയും. ഓക്കെ, ഈ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിൻ്റെ എക്സാമ്പിളാണ് ബോൺ മാരോ, തൈമസ്. ഓക്കെ, പഠിച്ചു വെക്കണം, ബോൺ മാരോ, തൈമസ്. ഓക്കെ, ഇനി അടുത്തത് പറയാൻ വേണ്ടി പോകുന്നത് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിനെ കുറിച്ചിട്ടാണ്. എന്താണ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു പ്രൈമറി ലിംഫോയിഡ് ഓർഗനിൽ നിന്നാണ് ലിംഫോസൈറ്റുകളൊക്കെ ഒറിജിനേറ്റ് ചെയ്യുക, അല്ലേ? അങ്ങനെ ഒറിജിൻ ചെയ്ത ലിംഫോസൈറ്റുകൾ നേരെ എങ്ങോട്ടേക്ക് എത്തുന്നറിയോ? ബ്ലഡിലൂടെ നമ്മുടെ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. എന്തിനാണ് മൈഗ്രേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ഇൻട്രാക്ട് വിത്ത് ആൻറ്റിജൻ ആണ്. അതായത് ഏതെങ്കിലും ഒരു ആൻറ്റിജൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക, വിത്തിൻ 4 hours ആ ആൻറ്റിജൻ നമ്മുടെ ഏതെങ്കിലും ഒരു സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിൻ്റെ ഉള്ളിലേക്ക് എത്തിയിരിക്കും. അപ്പോൾ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിൽ ഉണ്ടായിട്ടുള്ള ലിംഫോസൈറ്റുകൾ ബ്ലഡിലൂടെ എങ്ങോട്ടേക്ക് എത്തും? സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിലേക്ക് എത്തും. എന്തിനകത്ത്? ടു ഇൻട്രാക്ട് വിത്ത് ദ ആൻറ്റിജൻ ആണ്. ഓക്കെ, എക്സാമ്പിൾസ് പഠിച്ചു വെച്ചോ. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിന് എക്സാമ്പിൾ ആണ് സ്പ്ലീന്, ലിംഫ് നോഡ്, ടോൺസിൽസ്, പേയേഴ്സ് പാച്ചസ്, മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ എന്ന് പറയും. മാൾട്ട് എന്നാണ് ഫുൾ നെയിം, ഷോർട്ട് നെയിം അപ്പൻഡിക്സ്. ഇത്രയുമാണ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിന് എക്സാമ്പിൾ. ഈ മാൾട്ട് എവിടെയാണ് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മ്യൂക്കസ് കോട്ട് ഇൻ ദ റെസ്പിറേറ്ററി, ഡൈജസ്റ്റീവ് ആൻഡ് യൂറിനോ ജനൈറ്റൽ ട്രാക്റ്റ് ആണ്. നമ്മുടെ ലിംഫോയിഡ് ടിഷ്യൂസിൻ്റെ 50% ആരാണ്? മാൾട്ടാണ്. മാൾട്ട് എന്താണെന്നുള്ളത് പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കും. ഓക്കെ, ഇത് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഇമ്മ്യൂണിറ്റിനെ കുറിച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ പാത്തോജൻ. നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന പാത്തോജൻസിനെ തടയാനുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ആ എബിലിറ്റിക്കാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുക. എല്ലാവർക്കും അറിയാം ഇമ്മ്യൂണിറ്റി 2 ടൈപ്പിലുണ്ട്. ഒന്ന് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയാണ്, രണ്ടാമത്തത് ഏതാണ്? അക്വയേർഡ് ഇമ്മ്യൂണിറ്റിയാണ്. എന്താണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻബോൺ ഇമ്മ്യൂണിറ്റിയാണ്. അതായത് ജന്മനാ തന്നെ നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ് ഏത്? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പാത്തോജൻ നോൺ സ്പെസിഫിക് ആണ്. നോൺ സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പാത്തോജന് എതിരെ മാത്രമല്ല അത് വർക്ക് ചെയ്യുക, എല്ലാ പാത്തോജൻസിനെയും എതിരെ വർക്ക് ചെയ്യുന്ന ഈ ഒരു ഇമ്മ്യൂണിറ്റിക്കാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്നാണ് വിളിക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഏരിയയാണ് ഇനി പറയാനുള്ളത്. നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, 4 ടൈപ്പ് ബാരിയറുകളുടെ സഹായത്തോടെയാണ് നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി വർക്ക് ചെയ്യുക. ഏതൊക്കെയാണ് 4 ടൈപ്പ് ബാരിയർ? നിർബന്ധമായിട്ട് പഠിക്കണം, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ടൈപ്പ് ബാരിയറാണ് ഫിസിക്കൽ ബാരിയർ എന്ന് വിളിക്കും. ഈ ഫിസിക്കൽ ബാരിയർ എന്ത് ചെയ്യുന്നു നോക്കിക്കോ. ആദ്യം അതിന് എക്സാമ്പിൾ പറയും, സ്കിന്നും മ്യൂക്കസ് കോട്ടുമാണ്. ഈ ഫിസിക്കൽ ബാരിയർ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിവെന്റ് ദ എൻട്രി ഓഫ് മൈക്രോബ്സ്. മൈക്രോബ്സുകൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്ന ബാരിയർ ആണ് ആര്? ഫിസിക്കൽ ബാരിയർ എന്ന് പറയുന്ന ബാരിയർ. ഇനി ഞാൻ അടുത്തത് പറയാൻ വേണ്ടി പോകുന്നത് ഫിസിയോളജിക്കൽ ബാരിയർ ആണ്. ഈ ഫിസിയോളജിക്കൽ ബാരിയർ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ പ്രിവെന്റ് ദ മൈക്രോബിയൽ ഗ്രോത്ത്. ഇനി ഒരു മൈക്രോബ്സ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക, ആ മൈക്രോബ്സിന്റെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യുന്ന ബാരിയർ ആണ് ആര്? ഫിസിയോളജിക്കൽ ബാരിയർ എന്ന് പറയും. അതിനൊരു എക്സാമ്പിൾ ആണ് HCl, സലൈവ, ടിയർ എന്നൊക്കെ പറയുന്ന ആൾ. അപ്പോൾ നമുക്കറിയാം സലൈവയിലും ടിയറിലും ഒക്കെ ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. അത് ബാക്ടീരിയനൊക്കെ കില്ല് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. ഓക്കെ,
ഇനി മൂന്നാമത്തെ ബാരിയറാണ് സെല്ലുലാർ ബാരിയർ എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബ്ലഡിലൊക്കെ കുറേ ഫാഗോസൈറ്റിക് സെല്ലുകളുണ്ട്, നമ്മുടെ ടിഷ്യൂസിലുമുണ്ട് ഫാഗോസൈറ്റിക് സെല്ലുകൾ. ഓക്കെ, അപ്പോൾ സെല്ലുലാർ ബാരിയറിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാഗോസൈറ്റിക് സെല്ലുകളായിട്ടുള്ള ന്യൂട്രോഫിലുകളുണ്ട്, മോണോസൈറ്റുകളുണ്ട്, നാച്ചുറൽ കില്ലർ സെല്ലുകളുണ്ട്, മാക്രോഫേജസുകൾ, ഇവരൊക്കെയാണ് നമ്മുടെ സെല്ലുലാർ ബാരിയറിൽ ഉൾപ്പെട്ടിട്ട ആൾക്കാർ. ഇനി അടുത്തത് സൈറ്റോകൈൻ ബാരിയർ ആണ്. നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം സൈറ്റോകൈൻ ബാരിയർ. എന്താണ് സൈറ്റോകൈൻ ബാരിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറൽ ഇൻഫെക്റ്റഡ് സെൽ സെക്രീറ്റ് എ സൈറ്റോകൈൻ പ്രോട്ടീൻ കോൾഡ് ഇന്റർഫെറോൺ. ഓക്കെ, വൈറസ് ഇൻഫെക്ട് ചെയ്ത ഒരു സെല്ല് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സൈറ്റോകൈൻ പ്രോട്ടീനാണ് ഇന്റർഫെറോൺ പ്രോട്ടീൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊട്ടക്ട് നോൺ ഇൻഫെക്റ്റഡ് സെൽ ഫ്രം ഫർദർ വൈറൽ ഇൻഫെക്ഷൻ. അല്ലേ, ആ വൈറൽ ഇൻഫെക്ഷനെ, ആ വൈറസിനെ ബാക്കിയുള്ള ഇൻഫെക്റ്റ് ചെയ്യാത്ത സെല്ലിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ് ആര്, ഇന്റർഫെറോൺ എന്ന് പറയുന്ന പ്രോട്ടീൻ. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ സൈറ്റോകൈൻ ബാരിയർ ആണ്. ഓക്കെ, പഠിച്ചു വെക്കണം. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് അക്വയർഡ് ഇമ്മ്യൂണിറ്റിയാണ്. ഇമ്മ്യൂണിറ്റി രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അതിൻ്റെ ബാരിയേഴ്സ് ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് അക്വയർഡ് ഇമ്മ്യൂണിറ്റിയാണ്. എന്താണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പാത്തോജൻ സ്പെസിഫിക് ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ പാത്തോജന് എതിരെ മാത്രമേ ഇവർ വർക്ക് ചെയ്യുള്ളൂ. ഇറ്റ് ഡെവലപ്പ് ഡ്യൂറിങ് അവർ ലൈഫ് ടൈം. നമ്മുടെ ജീവിതത്തിൽ ഒരു ഇൻഫെക്ഷൻ വന്നതിന് ശേഷം ആ ഇൻഫെക്ഷനെതിരെ നമ്മൾ നേടിയെടുക്കുന്ന ആ ഇമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇറ്റ് ഈസ് ഡെവലപ്പ് ഡ്യൂറിങ് ലൈഫ് ടൈം എന്ന് പറയാനുള്ള കാരണം പാത്തോജൻ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പാത്തോജനെതിരെ മാത്രമേ ഇവർ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഈ അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിൽ രണ്ട് തരത്തിലുള്ള ഇമ്മ്യൂൺ റെസ്പോൺസുകളുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ടൈപ്പ് ഇമ്മ്യൂൺ റെസ്പോൺസ് നമ്മൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ് എന്നാണ് പറയുക. പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ്. ഈ പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസും സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസും ക്യാരി ഔട്ട് ചെയ്യുന്നത് ബി ലിംഫോസൈറ്റുകളും ടി ലിംഫോസൈറ്റുകളുമാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കണേ, ഈ ബി ലിംഫോസൈറ്റുകൾ എങ്ങനെയാണ്, ഈ ടി ലിംഫോസൈറ്റുകളും ബി ലിംഫോസൈറ്റുകളും എങ്ങനെയാണ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ലിംഫോസൈറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസുകൾ ഉണ്ടാക്കുക ആൻറ്റിബോഡികളെ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ്. ടി ലിംഫോസൈറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുക ബി ലിംഫോസൈറ്റുകളെ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കാണ് ആര് ചെയ്യുക, ടി ലിംഫോസൈറ്റുകൾ ചെയ്യുക. ഓക്കെ, വളരെ സിമ്പിളാണ്, പഠിച്ചു വെക്കണം. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ആൻറ്റിബോഡിയുടെ സ്ട്രക്ചറാണ്. ഓക്കെ, ഒരു ആൻറ്റിബോഡി ഞാൻ നേരത്തെ പറഞ്ഞു, ആരാണ് ആൻറ്റിബോഡി ഉണ്ടാക്കുക, ബി ലിംഫോസൈറ്റുകളാണ് ആൻറ്റിബോഡികളെ ഉണ്ടാക്കുക. ഒരു ആൻറ്റിബോഡി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആൻറ്റിബോഡിയിൽ നിങ്ങൾക്ക് 4 പോളിപെപ്റ്റൈഡ് ചെയിനുകൾ കാണാൻ വേണ്ടി പറ്റും. ഇതിൽ വലിയ 2 ചെയിനുകളുണ്ട്, അതിൻ്റെ മോളിക്കുലാർ വെയിറ്റ് കൂടുതലായതുകൊണ്ട് അവരെ നമ്മൾ ഹെവി ചെയിൻ എന്നാണ് വിളിക്കുക. 2 ലാർജ് ഹെവി ചെയിനുകളുണ്ട്. ഓക്കെ, അതേപോലെ 2 ചെറിയ മോളിക്കുലാർ വെയിറ്റ് കുറഞ്ഞ 2 ചെറിയ ചെയിനുകളുണ്ട്, അവരെ നമ്മൾ ലൈറ്റ് ചെയിനുകൾ എന്നാണ് വിളിക്കുക. അപ്പോൾ നമ്മൾ ആൻറ്റിബോഡിയെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ H2L2 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഈ ആൻറ്റിബോഡിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റുകളെ കാണാൻ വേണ്ടി പറ്റും. ഒരു പാത്തോജൻസ് ഒരു ആൻറ്റിജൻ വന്നു കഴിഞ്ഞാൽ ഈ ആൻറ്റിബോഡികൾ പോയിട്ട് ബൈൻഡ് ചെയ്യുന്ന സ്ഥലമാണ് ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് എന്ന് പറയും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ദെൻ കുറേ ടൈപ്പ് ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിലുണ്ട്. എക്സാമ്പിളാണ് IgG, IgA, IgM, IgE, IgD എന്ന് പറയും. ഗെയിംഡ് എന്ന് പഠിച്ചാൽ മതി ഷോർട്ടായിട്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻറ്റിബോഡീസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് അക്വയേർഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. ഓക്കെ, 2 ടൈപ്പിലുള്ള അക്വയേർഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ട്. എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് അക്വയേർഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം അക്വയേർഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് 2 ടൈപ്പിലുണ്ട്. ഒന്നാമത്തെ നമ്മൾ ഹ്യൂമോറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്, ഷോർട്ടായിട്ട് AMI എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ് AMI അല്ലെങ്കിൽ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി? വളരെ സിമ്പിളാണ്. ഇറ്റ് ഈസ് ദ ഇമ്മ്യൂൺ റെസ്പോൺസ് മീഡിയേറ്റഡ് ബൈ ആൻറ്റിബോഡികൾ വഴി നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂൺ റെസ്പോൺസിനെയാണ് നമ്മൾ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി അടുത്തത് പറയാനുള്ളത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്താണെന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്, നോക്കിക്കോ. ഇറ്റ് ഈസ് ദ ഇമ്മ്യൂൺ റെസ്പോൺസ് മീഡിയേറ്റഡ് ബൈ ടി ലിംഫോസൈറ്റ്. ടി ലിംഫോസൈറ്റുകൾ വഴി നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിക്കാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുക. ഈ ടി ലിംഫോസൈറ്റുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ നമ്മുടെ ശരീരത്തിലെ സെൽഫ് സെല്ലുകൾ ആരാണ്, നോൺ സെൽഫ് സെല്ലുകൾ ആരാണ് എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന സെല്ലുകളാണ് ആര്, ടി ലിംഫോസൈറ്റുകൾ. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ സ്വന്തം സെല്ലുകൾ ഏതാണ്, നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തുനിന്ന് വന്ന സെല്ലുകൾ ആരാണ് എന്ന് തിരിച്ചറിയാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് ആര്, ഈ ടി ലിംഫോസൈറ്റുകൾ. ഓക്കെ, അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇവർ ഈ CMIൻ്റെ വേറൊരു പ്രശ്നമുണ്ട്. ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ഗ്രാഫ്റ്റ് റിജക്ഷന് കാരണമാകും എന്നുള്ളതാണ്. എന്താണ് ഈ ഗ്രാഫ്റ്റ്?
ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാരിൽ നമ്മൾ പുതിയൊരു ഓർഗനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ T ലിംഫോസൈറ്റുകൾക്ക് മനസ്സിലാകും അത് പുറത്തുനിന്ന് വന്ന ഒരു സെല്ലാണെന്ന് മനസ്സിലാകും. അപ്പോൾ ഈ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യുന്ന അറിയോ, ആ ഓർഗൻ അറ്റാക്ക് ചെയ്തുകൊണ്ട് ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ വേണ്ടി നോക്കും. അങ്ങനെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാരിൽ ആ ഗ്രാഫ്റ്റിനെ റിജക്റ്റ് ചെയ്യിക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് ആര്, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആൾ. അപ്പോൾ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഏത് ഇമ്മ്യൂണിറ്റിയാണ് ഗ്രാഫ്റ്റ് റിജക്ഷൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി വെക്കണം CMI ആണ് എന്നുള്ളത്. ഓക്കെ, ഇനി ഈ അക്വയേർഡ് ഇമ്മ്യൂണിറ്റി 2 ടൈപ്പിലുണ്ട്. ഒന്നാമത്തേതിനെ നമ്മൾ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കും, രണ്ടാമത്തേതിനെ നമ്മൾ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കും. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇമ്മ്യൂണിറ്റി ബൈ ആൻറ്റിബോഡി ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു എക്സ്പോഷർ ടു ആൻ ആൻറ്റിജൻ. ഒരു ആൻറ്റിജൻ അല്ലെങ്കിൽ ഒരു ഫോറിൻ സബ്സ്റ്റൻസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ആ ആൻറ്റിജനെതിരെ എന്തുണ്ടാക്കും, ആൻറ്റിബോഡികൾ ഉണ്ടാക്കും. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിക്കാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുക. ഇത് 2 ടൈപ്പിലുണ്ട്. ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയും ഉണ്ട്, നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയും ഉണ്ട്. എന്താണ് ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യുക വാക്സിനേഷൻ വഴിയാണ്. അതായത് വാക്സിനേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ ഏത് പാത്തോജൻ്റെ എതിരെയാണോ നമുക്ക് ഇമ്മ്യൂണിറ്റി വേണ്ടത് ആ പാത്തോജനെ കില്ല് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുകയാണ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ശരീരം എന്തിനുണ്ടാക്കും, ആൻറ്റിബോഡി ഉണ്ടാക്കും. ഈ ടൈപ്പ് ഇങ്ങനെ നമ്മൾ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുക. ഓക്കെ, ഒരു വാക്സിൻ എക്സാമ്പിളാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ. ഈ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക RDNA ടെക്നോളജി വഴിയാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഇനി രണ്ടാമത്തെ ടൈപ്പ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയാണ് നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അതായത് നാച്ചുറലി നമുക്ക് ഒരു ഇൻഫെക്ഷൻ വരിക, ആ ഇൻഫെക്ഷനെതിരെ നമ്മുടെ ശരീരം ആൻറ്റിബോഡികൾ ഉണ്ടാക്കുക. ഓക്കെ, ആ ആൻറ്റിബോഡികൾ വഴി നമുക്ക് നെക്സ്റ്റ് ടൈം ആ പാത്തോജൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അതിനെതിരെ ഇമ്മ്യൂണിറ്റി നേടിയെടുക്കുന്നതിനെയാണ് നമ്മൾ നാച്ചുറൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുക. ഇനി രണ്ടാമത്തെ ടൈപ്പ് അക്വയർഡ് ഇമ്മ്യൂണിറ്റിയാണ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. എന്താണ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇമ്മ്യൂണിറ്റി ഗെയിൻഡ് ബൈ ദ ബോഡി ത്രൂ ഡയറക്റ്റ് ട്രാൻസ്ഫർ ഓഫ് റെഡിമെയ്ഡ് ആൻറ്റിബോഡീസ്. റെഡിമെയ്ഡ് ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയതിനു ശേഷം ഓക്കെ നമ്മൾ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ പാസീവ് എന്ന് വിളിക്കുക. 2 ടൈപ്പിലുണ്ട്, ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, റെഡിമെയ്ഡ് ആൻറ്റിബോഡികളെ നേരെ ശരീരത്തിലേക്ക് കുത്തിവെക്കുക, എന്നിട്ട് നമ്മൾ ഇമ്മ്യൂണിറ്റി നേടിയെടുക്കുക. ദാറ്റ് ഈസ് കോൾഡ് ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുക ഇമ്മ്യൂണൈസേഷൻ ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി കിട്ടുക. ഓക്കെ, ഇനി എങ്ങനെയാണ് നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ അതായത് നാച്ചുറലായിട്ട് ആൻറ്റിബോഡി ഒരാളുടെ ശരീരത്തിൽ നിന്ന് വേറെ ആളുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ഇമ്മ്യൂണിറ്റിക്കാണ് നമ്മൾ നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കാം. അതിനൊരു എക്സാമ്പിളാണ് മദറിൽ നിന്നും പ്ലാസൻ്റ വഴി കുട്ടിയിലേക്ക് IgG ആൻറ്റിബോഡികൾ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഈ IgG ആൻറ്റിബോഡി നാച്ചുറലി മദറിൽ നിന്നും കുട്ടിയിലേക്ക് പ്ലാസൻ്റ വഴി പോവുകയാണ്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിളാണ് കൊളസ്ട്രോം എന്ന് പറയുന്ന മിൽക്ക് കുടിക്കുന്നതോടുകൂടെ മദറിൻ്റെ ശരീരത്തിലുള്ള IgA ആൻറ്റിബോഡി മദറിൽ നിന്നും എങ്ങോട്ടേക്ക് എത്തുകയാണ്, കുട്ടിയിലേക്ക് എത്തുകയാണ്. അങ്ങനെ റെഡിമെയ്ഡ് ആൻറ്റിബോഡി നാച്ചുറലി ഒരാളുടെ ശരീരത്തിൽ നിന്ന് വേറെ ആളുടെ ശരീരത്തിലേക്ക് എത്തി, അതിനുശേഷം ആ എത്തിയ ആൾ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ആ ടൈപ്പ് ഇമ്മ്യൂണിറ്റിക്കാണ് നമ്മൾ നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. ഓക്കെ, പഠിച്ചു വെച്ചോളുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് അലർജി എന്താണ് എന്നുള്ളതാണ് പഠിക്കാനുള്ളത്. അലർജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ എക്സാജറേറ്റഡ് റെസ്പോൺസ് ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ടു സർട്ടൻ ആൻറ്റിജൻ പ്രസൻറ്റ് ഇൻ ദ എൻവയോൺമെൻറ്റ്. നമ്മുടെ എൻവയോൺമെൻറ്റിലുള്ള ചില ആൻറ്റിജനുകളോട് നമ്മുടെ ശരീരം കാണിക്കുന്ന അതിപ്രസരത്തിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക, അലർജി എന്ന് വിളിക്കുക. അലർജി ഉണ്ടാക്കുന്ന ഏജൻറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അലർജൻസ് എന്നാണ് വിളിക്കുക. അലർജൻസിന് എക്സാമ്പിളാണ് മൈറ്റ്സ് ഇൻ ഡസ്റ്റ്, പോളൻ ഗ്രെയിൻസ്, ആനിമൽ ഡാൻഡർ, ഫർ ഒക്കെ അലർജി ഉണ്ടാക്കുന്ന ഏജൻറ്റുകളാണ്. ഓക്കെ, അലർജി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡിയുടെ പേര് പഠിച്ചു വെക്കണം. IgE ആൻറ്റിബോഡി എന്നാണ് പറയുക. ഈ IgE ആൻറ്റിബോഡി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന അറിയാം, നമ്മുടെ ശരീരത്തിലുള്ള മാസ്റ്റ് സെല്ലിൻ്റെ മുകളിൽ പോയിങ്ങാണ്ട് IgE ആൻറ്റിബോഡികൾ ബൈൻഡ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഈ മാസ്റ്റ് സെല്ല് കുറച്ച് കെമിക്കൽ സബ്സ്റ്റൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഹിസ്റ്റമിൻ ആൻഡ് സെറാട്ടോണിൻ എന്ന് പറയും. ഈ കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതോടുകൂടെ നമ്മുടെ ശരീരം എന്ത് കാണിക്കും, അലർജിക് റിയാക്ഷൻസ് കാണിക്കും. എന്തൊക്കെ അലർജിക് റിയാക്ഷൻസ് ആണ് കാണിക്കുക? ചില ആൾക്കാർക്ക് സ്നീസിങ് ഉണ്ടാകും, ചില ആൾക്കാർക്ക് വാട്ടർ ഐ ആയിരിക്കും, ചില ആൾക്കാർക്ക് റണ്ണിങ് നോസ് ആയിരിക്കും, ചില ആൾക്കാർക്ക് ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ് ആയിരിക്കും, ചില ആൾക്കാർക്ക് ബ്രീത്ത് ചെയ്യുമ്പോൾ ഒക്കെ വീസിങ് സൗണ്ട് ഉണ്ടാകും, സ്കിൻ റാഷസ്. ഇതൊക്കെയാണ് അലർജിയുടെ സിംറ്റംസ്. ഓക്കെ, സിമ്പിൾ കൺസെപ്റ്റ് ആണ്, പഠിക്കണം. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്
ഓട്ടോ ഇമ്മ്യൂണിറ്റിയാണ്. എന്താണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അബ്നോർമൽ കണ്ടീഷൻ ബൈ വിച്ച് ബോഡി അറ്റാക്ക് സെൽഫ് സെല്ലാണ്. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമുക്ക് പാരയാവുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമ്മുടെ സ്വന്തം സെല്ലുകളെ നശിപ്പിക്കുക. ഇതിനെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുക. ഓക്കെ, ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറ്റിക് ഡിസോർഡറുകളാണ് ഒരു കാരണം. രണ്ടാമത്തത് അൺനോൺ റീസൺ ആണ്, ഇതുവരെ കാരണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. ഓക്കെ, ഒരു ഓട്ടോ ഇമ്മ്യൂണിറ്റി ഡിസോർഡറിനെ എക്സാമ്പിൾ പഠിച്ചു വെച്ചോ, റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നാണ് പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് എയ്ഡ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, എയ്ഡ്സ് ഉണ്ടാക്കുന്ന പാത്തോജൻ എല്ലാവർക്കും അറിയാം, HIV ആണ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. ഇതൊരു റിട്രോ വൈറസ് ആണ്, അതായത് ജനറ്റിക് മെറ്റീരിയൽ RNA ആയിട്ടുള്ള വൈറസ് ആണ്. ഓക്കെ, ഇതെങ്ങനെയാണ് ഒരാളിൽ നിന്ന് വേറെ ആളിലേക്കൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാന്നുള്ളതൊക്കെ വളരെ ഈസിയുള്ള കാര്യങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, HIV സ്പ്രെഡ് ഓൺലി ത്രൂ ബോഡി ഫ്ലൂയിഡ്സ് ആണ്. ബോഡി ഫ്ലൂയിഡ്സിലൂടെ മാത്രമേ ഇത് സ്പ്രെഡ് ചെയ്യുള്ളൂ, അല്ലേ? ടച്ചിലൂടെയോ ഫിസിക്കൽ കോൺടാക്റ്റിലൂടെയോ ഒന്നും ഇത് സ്പ്രെഡ് ചെയ്യൂല. ഇനി ഇത് എങ്ങനെയൊക്കെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൽ കോൺടാക്ട് വിത്ത് ദ ഇൻഫെക്റ്റഡ് പേഴ്സൺ. സിമ്പിൾ ആണ്. ട്രാൻസ്ഫ്യൂഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. ഓക്കെ, ഷെയറിംഗ് ഓഫ് ഇൻഫെക്റ്റഡ് നീഡിൽസ് ഫ്രം ഇൻഫെക്റ്റഡ് മദർ ടു ചൈൽഡ് ത്രൂ പ്ലാസൻഡ. സിമ്പിൾ കൺസെപ്റ്റുകളാണ്. നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഈ ലൈഫ് സൈക്കിൾ ഓഫ് HIV ആണ്. HIV എങ്ങനെയാണ് ഇതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, അതാ ശ്രദ്ധിച്ചോ, ഇതാണ് നമ്മുടെ HIV വൈറസ് എന്ന് വിചാരിക്കുക. ഒരു വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവർ ആദ്യം അറ്റാക്ക് ചെയ്യുന്നത് ആരെയെന്നറിയോ? മാക്രോഫേജസുകളെയാണ് ഇവർ അറ്റാക്ക് ചെയ്യുക. അങ്ങനെ ഈ മാക്രോഫേജസുകൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വൈറസ് ഉണ്ടല്ലോ, അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലിനെ, RNA ആണ് ജനറ്റിക് മെറ്റീരിയൽ, RNA മാക്രോഫേജസിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും? ഇഞ്ചെക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ ഈ RNA എന്ത് ചെയ്യുന്നറിയോ? ഈ RNAയിൽ നിന്നും ഇവർ DNA ഉണ്ടാക്കും. ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം ആണ്. അങ്ങനെ ഉണ്ടാക്കിയ ഈ വൈറൽ DNA, ഇത് വൈറൽ DNA ആണ് മക്കളെ. ഈ വൈറൽ DNA ഹോസ്റ്റ് സെല്ലുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യും, അതായത് മാക്രോഫേജസിന്റെ DNAയുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്നും പുതിയ കുറേ വൈറൽ പാർട്ടിക്കിൾ ഉണ്ടാവും. അപ്പം നമ്മുടെ ഈ മാക്രോഫേജസ് ഉണ്ടല്ലോ എന്തായിട്ട് ആക്ട് ചെയ്യുന്ന അറിയോ? വൈറസിന്റെ ഫാക്ടറി ആയിട്ട് മാക്രോഫേജസിൽ ആക്ട് ചെയ്യും. അങ്ങനെ അതിനുശേഷം എന്ത് ചെയ്യുന്ന അറിയോ? നമ്മുടെ ഈ വൈറസ് മാക്രോഫേജസിനെ കിൽ ചെയ്തിട്ട് പുറത്തേക്ക് വരും. എന്നിട്ട് നേരെ പോയിങ്ങാണ്ട് നമ്മുടെ T ഹെൽപ്പർ സെല്ലിനെയാണ് ഇവർ അറ്റാക്ക് ചെയ്യുക. T ഹെൽപ്പർ സെല്ലുകൾ അറ്റാക്ക് ചെയ്യും. അങ്ങനെ T ഹെൽപ്പർ സെല്ലിൽ നിന്നും ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യുന്ന അറിയാം? T ഹെൽപ്പർ സെല്ലുകൾ കിൽ ചെയ്തിട്ട് അടുത്ത T ഹെൽപ്പർ സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടക്കും. അങ്ങനെ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതിന് ഫലമായിട്ട് T ഹെൽപ്പർ സെല്ലുകളുടെ നമ്പർ കുറയും, നമ്മുടെ ഇമ്മ്യൂണിറ്റി വീക്ക് ആകും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ലൈഫ് സൈക്കിൾ. അതിൻ്റെ ഫ്ലോ ചാർട്ട് ഇവിടെ ഉണ്ട്, പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് എങ്ങനെയാണ് എൻസൈമിൻ്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിനെ വിളിക്കുന്ന പേരാണ് എലൈസ എന്ന് വിളിക്കും. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻ്റ് അസയാണ്. എങ്ങനെയാണ് ഈ എയ്ഡ്സ് വരുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാം? പ്രിവെൻഷൻ വളരെ സിമ്പിളാണ്. എഡ്യൂക്കേറ്റ് പീപ്പിൾ അബൌട്ട് എയ്ഡ്സ് ത്രൂ ഓർഗനൈസേഷൻ ലൈക്ക് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ, നാക്കോ, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ, NGO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ജനങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കുക. ഓർഗനൈസേഷനുകളായിട്ടുള്ള നാക്കോ, NGO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലത്തെ ഓർഗനൈസേഷൻ വഴി ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുക. എയ്ഡ്സ് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുക, അതിനെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുക. രണ്ടാമത്തത് മേക്ക് ബ്ലഡ് സേഫ് ഫ്രം HIV. ബ്ലഡ് ബാങ്കുകളിൽ HIV ഇല്ലാത്ത ബ്ലഡ് ശേഖരിച്ച് വെക്കുക. യൂസ് ഡിസ്പോസിബിൾ നീഡിൽ ആൻഡ് സിറിഞ്ചസ്. സിമ്പിൾ പോയിന്റ് ആണ്. അഡ്വക്കേറ്റ് സേഫ് സെക്സ് ആൻഡ് ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോണ്ടം. സിമ്പിൾ പോയിന്റ്. കൺട്രോൾ ഡ്രഗ് അബ്യൂസ് ആണ്. റെഗുലർ ചെക്കപ്പ് ഫോർ HIV ഇൻ സസെപ്റ്റബിൾ പോപ്പുലേഷൻ. HIV വരാൻ സാധ്യതയുള്ള പോപ്പുലേഷനിൽ റെഗുലർ ആയിട്ട് എന്ത് ചെക്ക് ചെയ്യുക? HIV ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ക്യാൻസർ ആണ് മക്കളെ. ഓക്കെ, എന്താണ് ക്യാൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ അബ്നോർമൽ ആൻഡ് അൺകൺട്രോൾഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ട്യൂമർ. നമ്മുടെ ശരീരത്തിലെ ചില സെല്ലുകൾ അൺകൺട്രോൾഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ അൺകൺട്രോൾഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തിന് കാരണമാകും? ട്യൂമറുകൾ ഉണ്ടാകാൻ കാരണമാകും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് സെല്ല് അൺകൺട്രോൾഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സെല്ലുകൾക്ക് കോൺടാക്ട് ഇൻഹിബിഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഇത് പഠിച്ചു വെച്ചോ, കോൺടാക്ട് ഇൻഹിബിഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് സെല്ലുകൾ അൺകൺട്രോൾഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മാസോ സെല്ലായിട്ടുള്ള ട്യൂമറുകളായിട്ട് മാറുന്നത്. രണ്ട് ടൈപ്പ് ട്യൂമറുകൾ ഉണ്ട്. ഒന്നാമത്തെ ടൈപ്പ് ട്യൂമർ നമ്മൾ ബെനൈൻ ട്യൂമർ എന്നും രണ്ടാമത്തെ ടൈപ്പ് ട്യൂമർ നമ്മൾ മാലിഗ്നന്റ് ട്യൂമർ എന്നുമാണ് പറയാം. എന്താണ് ബെനൈൻ ട്യൂമർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ കൺഫൈൻഡ് ടു ദ പ്ലേസ് ഓഫ് ഒറിജിൻ. അതുണ്ടായ സ്ഥലത്ത് തന്നെ അവരിങ്ങനെ ഒതുങ്ങിക്കൂടി കിടക്കും. ഓക്കെ, ദേ ഡു നോട്ട് സ്പ്രെഡ് ടു അതർ പാർട്ട്. വേറെ പാർട്സിലേക്കൊന്നും സ്പ്രെഡ് ആവില്ല. കോസ് ലിറ്റിൽ ഡാമേജ്. വലിയ പ്രശ്നക്കാരനൊന്നും അല്ലാത്ത ഒരു ട്യൂമറാണ് ബെനൈൻ ട്യൂമർ. പക്ഷെ അടുത്ത ആൾ അങ്ങനെയല്ല, ഭയങ്കര ഡേഞ്ചറസ് ആണ്. മാലിഗ്നന്റ് ട്യൂമർ പ്രത്യേകത ശ്രദ്ധിച്ചോ, മാസ് ഓഫ് പ്രൊലിഫറേറ്റിംഗ് സെൽ, വളരെ പെട്ടെന്ന് ഡിവൈഡ് ചെയ്യുന്ന സെല്ലുകളാണ്. ഗ്രോ റാപ്പിഡ്ലി, വളരെ പെട്ടെന്ന് അവർ വളരെ പെട്ടെന്ന് വളരുകയും ചെയ്യും. ഇൻവേഡ് ആൻഡ് ഡാമേജ് ദ സറൗണ്ടിങ് നോർമൽ ടിഷ്യൂ. ഇവരെന്ത് ചെയ്യുന്ന അറിയോ? അതിൻ്റെ തൊട്ടടുത്തുള്ള നോർമൽ ടിഷ്യൂസിലേക്ക് കടന്നു കയറും. എന്നിട്ട് ആ സെല്ലുകളെയും എന്ത് ചെയ്യും? ഇവർ നശിപ്പിക്കും. ഓക്കെ, ഈ
ട്യൂമറുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് മെറ്റാസ്റ്റാസിസ് എന്ന് പറയും. ഓക്കെ, മോസ്റ്റ് ഫിയേർഡ് പ്രോപ്പർട്ടി ഓഫ് ക്യാൻസർ സെല്ലാണ്. എന്താ മെറ്റാസ്റ്റാസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽ സ്ലോജ്ഡ് ഫ്രം ദ ട്യൂമർ റീച്ച് അതർ സൈറ്റ് വയ ബ്ലഡ് വേർ ദേ ഫോം എ ന്യൂ ട്യൂമറാണ്. അതായത് ട്യൂമർ സൈറ്റുകളിൽ നിന്ന് സെല്ലുകൾ എന്ത് ചെയ്യുന്നറിയോ, ഊർന്നിറങ്ങും ബ്ലഡ് വെസൽസിലേക്ക്. എന്നിട്ട് ബ്ലഡ് വെസൽസിലൂടെ ശരീരത്തിൻ്റെ വേറെ സ്ഥലത്ത് പോയി കണ്ട് അവിടെ ട്യൂമർ ഉണ്ടാക്കും. ഈ ഒരു പ്രോപ്പർട്ടിക്കാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക, മെറ്റാസ്റ്റാസിസ് എന്ന് വിളിക്കുക. പഠിക്കണം മെറ്റാസ്റ്റാസിസ്. ഓക്കെ, ഇനി എങ്ങനെയൊക്കെയാണ് ക്യാൻസർ കോസിങ് ഏജന്റുകൾ, കാർസിനോജനുകൾ ആരൊക്കെയാണെന്നുള്ളതാണ്. ഫിസിക്കൽ ഏജന്റ് ഉണ്ട്, എക്സ്റേ, ഗാമാറേ, യുവി റേസ് ആണ് എക്സാമ്പിൾ. കെമിക്കൽ ഏജന്റ് ടൊബാക്കോ സ്മോക്ക്, വിനൈൽ ക്ലോറൈഡ്, കെഫീൻ, നിക്കോട്ടിൻ, മസ്റ്റാർഡ് ഗ്യാസ് ആണ്. ബയോളജിക്കൽ ഏജന്റുകൾക്ക് എക്സാമ്പിൾ ആണ് ഓങ്കോജനിക് വൈറസസ്, സെല്ലുലാർ ഓങ്കോജീൻ അല്ലെങ്കിൽ പ്രോട്ടോ ഓങ്കോജീൻ, സി ഓങ്ക് ജീൻ എന്നൊക്കെ പറയും. ഓക്കെ, ഇതൊക്കെയാണ് ബയോളജിക്കൽ ഏജന്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ക്യാൻസർ ഡിറ്റക്ഷൻ ആൻഡ് ഡയഗ്നോസിസ് ആണ്. ക്യാൻസറിനെ നമുക്ക് എങ്ങനെയൊക്കെയാണ് തിരിച്ചറിയാൻ വേണ്ടി പറ്റുക. ഒന്ന് ബയോപ്സിയാണ്, രണ്ടാമത്തത് ഇമേജിംഗ് ടെക്നിക്കാണ്, ഫോട്ടോ എടുക്കുന്ന ടെക്നിക്കുകളാണ്. അതിൽ റേഡിയോഗ്രഫി ഉണ്ട്, CT സ്കാൻ ഉണ്ട്, MRI സ്കാൻ ഉണ്ട്. ഓക്കെ, ദെൻ അടുത്തൊരു മെത്തേഡാണ് യൂസ് ഓഫ് ആൻറ്റിബോഡി അഗെയിൻസ്റ്റ് ക്യാൻസർ സ്പെസിഫിക് ആൻറ്റിജൻ ആണ്, മോളിക്കുലാർ ബയോളജി ടെക്നിക്കുകളാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ക്യാൻസറിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക? റേഡിയോതെറാപ്പി, കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജറി, ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി, ഇതേ ചോദിക്കുള്ളൂ. ഇനി അടുത്തത് ഡ്രഗ് അബ്യൂസ് ആണ്. നമ്മൾ കോമൺ ആയിട്ട് അബ്യൂസ് ചെയ്യുന്ന ഡ്രഗുകൾ 3 കാറ്റഗറിയിലാണുള്ളത്. ഓപ്പിയോയിഡ്, കനബിനോയിഡ്സ്, കൊക്ക ആൽക്കലോയിഡ് അല്ലെങ്കിൽ കൊക്കൈൻ എന്ന് പറയും. ഈ ഓപ്പിയോയിഡ് എന്ന് പറയുന്ന ഡ്രഗ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോപ്പി പ്ലാന്റ് ആണ്, പെപ്പേവർ സോംനിഫറം എന്നാണ് സയന്റിഫിക് നെയിം. ഓക്കെ, ഈ പിന്നെ ഓപ്പിയോയിഡ് ഡ്രഗുകൾക്ക് എക്സാമ്പിൾ ആണ് മോർഫീന്, ഹെറോയിന്, ബ്രൗൺ ഷുഗർ. മോർഫിനെ, ഈ ഹെറോയിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഡൈ അസറ്റൈൽ മോർഫിൻ അല്ലെങ്കിൽ സ്മാക്ക് എന്നൊക്കെ വിളിക്കും. ഓക്കെ, ഇവർ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവർ നമ്മുടെ ശരീരത്തിൽ ഇഫക്റ്റ് ചെയ്യാതെ ചോദിച്ചു കഴിഞ്ഞാൽ മോർഫിൻ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് എ സെഡേറ്റീവ് ആൻഡ് പെയിൻ കില്ലർ ആണ്. ഒരു സെഡേറ്റീവ് പെയിൻ കില്ലറുമാണ് മോർഫിൻ. അതുകൊണ്ട് ഇവരെ നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കും. ഇനി നിങ്ങൾ ഹെറോയിനൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഇറ്റ് ആക്ട് ആസ് എ ഡിപ്രസൻ ആൻഡ് സ്ലോ ഡൗൺ ബോഡി ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഡ്രഗാണ് കനബിനോയിഡ്സ്. നമുക്ക് കിട്ടുന്നത് ഹെമ്പ് പ്ലാന്റ് ആണ്, സയന്റിഫിക് നെയിം കനാബിസ് സറ്റൈവ എന്നാണ്. എക്സാമ്പിൾ ആണ് മരിജുവാന, ചരസ്, ഹാഷിഷ്, ഗഞ്ച എന്ന് പറയും. ഓക്കെ, ഇത് എഫക്ട് ചെയ്ത് നമ്മുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിലാണ് എഫക്ട് ചെയ്യുക. ഇനി കൊക്ക ആൽക്കലോയിഡ്, കൊക്കൈന് കിട്ടുന്നത് കൊക്ക പ്ലാന്റ് അല്ലെങ്കിൽ എരിത്രോസൈലം കൊക്ക എന്ന് പറയുന്ന പ്ലാന്റ് എന്നാണ്. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾ ആണ് ഈ ഒരു കൊക്ക ആൽക്കലോയിഡ്സുകൾ എക്സാമ്പിൾ ആണ് കോക്ക് അല്ലെങ്കിൽ ക്രാക്ക് എന്ന് പറയും. ഇവരെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഇഫക്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർഫിയർ ദ ട്രാൻസ്പോർട്ട് ഓഫ് ഡോപ്പമൈൻ, നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള ഡോപ്പമൈനിന്റെ ട്രാൻസ്പോർട്ടിനെ തടസ്സപ്പെടുത്തും. സ്റ്റിമുലേറ്റ് CNS ആൻഡ് പ്രൊഡ്യൂസിങ് യൂഫോറിയ, നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. യൂഫോറിയ ഉണ്ടാകും. എന്താ യൂഫോറിയ? ടെമ്പററി ഫീലിംഗ് ഓഫ് വെൽബീങ്, കുറച്ച് നേരത്തേക്ക് കിട്ടുന്ന സ്വർഗീയ സുഖം എന്നാണ് പറയുക. എക്സസീവ് ഡോസേജ് കോസസ് ഹാലൂസിനേഷൻ. നിങ്ങൾ ഈ കൊക്കൈനൊക്കെ എക്സസ് ആയിട്ട് അടിച്ച് കയറ്റി കഴിഞ്ഞാൽ ഹാലൂസിനേഷൻ സ്റ്റേജിലേക്ക് നിങ്ങൾ പോകും. ഓക്കെ, ഇനി സ്മോക്കിങ്ങിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ യൂഷ്വലി ടൊബാക്കോ ആണ് സ്മോക്ക് ചെയ്യാറ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ടൊബാക്കോനെ ചൂ ചെയ്യും അല്ലെങ്കിൽ സ്നഫായിട്ട് ഉപയോഗിക്കും. ഓക്കെ, ഈ ടൊബാക്കോയിൽ നിക്കോട്ടിൻ എന്ന് പറയുന്ന കെമിക്കൽ ഉണ്ട്. ഈ നിക്കോട്ടിൻ നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവർ അഡ്രീനൽ ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും റിലീസ് ചെയ്യും. അത് നിങ്ങളുടെ BP-യും ഹാർട്ട് റേറ്റും കൂട്ടാൻ കാരണക്കാരാവും. ഓക്കെ, ഇനി ഈ സ്മോക്കിങ്ങിന്റെ ഇഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോസസ് ക്യാൻസർ, ക്യാൻസർ ഓഫ് ലങ്സ്, യൂറിനറി ബ്ലാഡർ ആൻഡ് ത്രോട്ട്. അല്ലേ, നമ്മുടെ ലങ്സിന് ക്യാൻസർ ഉണ്ടാക്കും, യൂറിനറി ബ്ലാഡറിൽ ക്യാൻസർ ഉണ്ടാക്കും, ത്രോട്ടിൽ ക്യാൻസർ ഉണ്ടാക്കും, ബ്രോങ്കൈറ്റിസ് ഉണ്ടാകും, എംഫീസിയം ഉണ്ടാകും, കൊറോണറി ആർട്ടറി ഡിസീസ് ഉണ്ടാകും, ഗ്യാസ്ട്രിക് അൾസേഴ്സ് ഉണ്ടാകും. ഒരുപാട് മെച്ചങ്ങളാണ് സിഗരറ്റ് വലിച്ചാൽ ഉണ്ടാവുക. ഓക്കെ, ഇത് നമുക്ക് അടുത്തത് മെച്ചങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവുന്ന കേട്ടോ. ഓക്കെ, അടുത്തത് കോസസ് ഓഫ് ഡ്രഗ് ഓർ ആൽക്കഹോൾ അബ്യൂസ് ഇൻ അഡോളസൻസ് പീരീഡ്. എന്തുകൊണ്ടാണ് ഈ അഡോളസൻസിലുള്ള കുട്ടികൾ ഈ ഡ്രഗിനെയും ആൽക്കഹോളിനെയും ഒക്കെ ദുരുപയോഗം ചെയ്യാനുള്ള കാരണം എന്താണെന്നുള്ളത്? ഒന്നാമത്തത് എക്സ്പെരിമെൻ്റൽ ക്യൂരിയോസിറ്റിയാണ്, ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്നുള്ള വ്യാജേനയാണ് കുട്ടികൾ ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുക. നീഡ് ഫോർ അഡ്വഞ്ചർ, അല്ലെ, അഡ്വഞ്ചർ ചെയ്യാനുള്ള ആഗ്രഹം, എക്സൈറ്റ്മെൻറ്റ്, പിയർ പ്രഷർ, കൂട്ടുകാരുടെ സമ്മർദ്ദം, ദെൻ അൺസ്റ്റേബിൾ ഓർ അൺസപ്പോർട്ടീവ് ഫാമിലി സ്ട്രക്ചർ, അല്ലെ, നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സ്ട്രെസ് ഫ്രം പ്രഷർ ടു എക്സൽ ഇൻ അക്കാഡമിക്സ് ഓർ എക്സാമിനേഷൻ, അക്കാഡമിക്സിലൊക്കെ എക്സൽ ചെയ്യാനുള്ള സ്ട്രെസ്, ഇതൊക്കെ കാരണമാണ് കുട്ടികൾ ഡ്രഗും ആൽക്കഹോളും എന്ത് ചെയ്യുക, അബ്യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഡ്രഗും ആൽക്കഹോളൊക്കെ അബ്യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഇഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെക്ലെസ് ബിഹേവിയർ ആണ്. അതായത് റിഗാർഡിങ് ഡേഞ്ചർ ആണ്. അതായത് പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ കണ്ടുണ്ടാവും ട്രെയിനിൻ്റെ അടിയിലൊക്കെ ഇടുന്നതുകൊണ്ട് റീൽസൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഡ്രഗ് ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. അതായത് ഡേഞ്ചർ വലിയ കാര്യമാക്കില്ല ഇവർ. ഓക്കെ, അടുത്തത് വെൻറ്റാലിസമാണ്. വീട്ടിലെ സാധനങ്ങളൊക്കെ എറിഞ്ഞ് നശിപ്പിക്കും. വയലൻസ്, കോമ, ഡെത്ത് ഡ്യൂ ടു റെസ്പിറേറ്ററി ഫെയിലിയർ, ഹാർട്ട് ഫെയിലിയർ ഒക്കെയാണ് ഈ ഡ്രഗും ആൽക്കഹോളും ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള
ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി വാർണിംഗ് സൈൻ ഓഫ് ഡ്രഗ് ഓർ ആൽക്കഹോൾ അബ്യൂസ് ഇൻ അഡോളസൻസ് പീരീഡ്. അഡോളസൻസിലുള്ള കുട്ടികൾ ഡ്രഗും ആൽക്കഹോളും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ വാർണിംഗ് സൈൻ, അപകട സൂചനകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത്തെ അപകട സൂചനയാണ് ഡ്രോപ്പ് ഇൻ അക്കാഡമിക് പെർഫോമൻസ് ആൻഡ് ആബ്സെൻസ് ഫ്രം സ്കൂൾ. അല്ലെ, അക്കാഡമിക്സിലും സ്കൂളിൽ അക്കാഡമിക്സ് പെർഫോമൻസിലൊക്കെ ഡ്രോപ്പ് ആകും, സ്കൂളിൽ ഇടയ്ക്കിടയ്ക്ക് ലീവ് ആകും. ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ പേഴ്സണൽ ഹൈജീൻ, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഡിപ്രഷൻ, ഫറ്റീഗ്, അഗ്രസീവ് ആൻഡ് റിബലസ് ബിഹേവിയർ. അടുത്തത് ചേഞ്ച് ഇൻ സ്ലീപ്പിംഗ് ആൻഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ്. അല്ലെ, ഫ്ലക്ച്വേഷൻ ഇൻ വെയിറ്റ് ആൻഡ് അപ്പറ്റൈറ്റ്. ഓക്കെ, ലോസ് ഓഫ് അപ്പറ്റൈറ്റ് ആണ്. ഓക്കെ, വെയിറ്റിൽ നല്ല മാറ്റം ഉണ്ടാകും, വിശപ്പ് തീരെ ഉണ്ടാവില്ല. ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഹോബീസ് ഒന്നും ഉണ്ടാവില്ല ഈ ഡ്രഗും ആൽക്കഹോളും അബ്യൂസ് ചെയ്യുന്ന അഡോളസൻസിന്. ഓക്കെ, ഇത് പഠിച്ചു വെക്കണം, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് എങ്ങനെയാണ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ്. ഡ്രഗും ആൽക്കഹോളും അബ്യൂസ് ചെയ്യുന്നതിനെ നമുക്ക് എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക? ഓക്കെ, ഒന്നാമത്തത് അവോയ്ഡ് അൺഡ്യൂ പിയർ പ്രഷറാണ്. കുട്ടികളുടെ മുകളിൽ അനാവശ്യമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്താതിരിക്കുക. അതായത് കുട്ടികളോട് പറയാം, എക്സാമിന് നീ തോറ്റു കഴിഞ്ഞാൽ നിനക്ക് ഭാവി ഇല്ലാടാന്നൊക്കെ പറയുമ്പോൾ കേട്ടിട്ട് കുട്ടികൾ പേടിക്കും, അവർ ഡ്രഗും ആൽക്കഹോളൊക്കെ അബ്യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ഇതാണ് ഒന്നാമത് ചെയ്യേണ്ട കാര്യം, അവോയ്ഡ് അൺഡ്യൂ പിയർ പ്രഷർ. ഓക്കെ, അനാവശ്യമായ സമ്മർദ്ദം കുട്ടികളുടെ മുകളിൽ ഒഴിവാക്കുക. എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. അല്ലെ, കുട്ടികൾക്ക് ഡ്രഗിനെയും ആൽക്കഹോളിൻ്റെയും പരിണിത ഫലങ്ങളെ കുറിച്ചിട്ട് എഡ്യൂക്കേഷനും കൗൺസിലിംഗും കൊടുക്കുക. സീക്കിംഗ് ഹെൽപ്പ് ഫ്രം പാരൻസ് ആൻഡ് പിയേഴ്സ്. പാരൻസിൽ നിന്നും കൂട്ടുകാരിൽ നിന്നൊക്കെ ഹെൽപ്പ് സ്വീകരിക്കുക. ലുക്കിംഗ് ഫോർ ഡേഞ്ചർ സൈൻ. കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള വാർണിംഗ് സിഗ്നലുകളൊക്കെ നോക്കുക. സീക്കിംഗ് പ്രൊഫഷണൽ ആൻഡ് മെഡിക്കൽ ഹെൽപ്പ്. അതായത് ഇത് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവരെ നിങ്ങൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോ ആക്കുക, അല്ലെങ്കിൽ ഡി അഡിക്ഷൻ റീഹാബിലേഷൻ പ്രോഗ്രാമിലേക്കൊക്കെ അവരെ ചേർത്തുക. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.